وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون قالوا يا ويلنا إنا كنا طاغين عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 68-ാം അധ്യായമായ സൂറത്തുൽ ഖലമാണ് നാം പഠിക്കുന്നത്. അതിലെ 18 ആയത്തുകൾ അൽഹംദുലില്ലാഹ് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 19 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളും പഠിക്കുന്നത്. ഒരു തോട്ടക്കാരെ കുറിച്ചാണ് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ബാപ്പയുടെ കാലത്ത് അതിന്റെ ഒരു വിഹിതം പാവങ്ങളാകുന്ന മിസ്കീന്മാരാകുന്ന ആളുകൾക്ക് ആ പ്രിയപ്പെട്ട പിതാവ് കൊടുത്തിരുന്നുവെന്നും, എന്നാൽ ബാപ്പയുടെ മരണശേഷം ആ പ്രിയപ്പെട്ട സാധുക്കൾക്ക് ബാപ്പ കൊടുത്തിരുന്ന ആ ദാനത്തെ തടയാൻ, അത് കൊടുക്കാതിരിക്കാനുള്ള ചില ചർച്ചകളും തന്ത്രങ്ങളും മക്കൾ പയറ്റുകയും രാത്രി വെളുക്കാൻ നേരത്തെ ആരും അറിയാതെ ഫലങ്ങൾ പറിച്ചെടുക്കാനുള്ള ഗൂഢതന്ത്രം ചർച്ച അവർ നടത്തുകയും അതിൽ ഉറപ്പിക്കുകയും ചെയ്തു. അത് അവർക്ക് വലിയ ഒരു പരീക്ഷണമായിരുന്നു. കുറച്ചെങ്കിലും അവർക്ക് കൊടുക്കാമെന്ന ഒരു ധാരണയോ അതല്ലെങ്കിൽ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പോലും കഴിയാതെ ഞങ്ങൾ എല്ലാത്തിനും കഴിയുന്നവരാണ് എന്ന ആ ഒരു ചിന്തയോടുകൂടെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ തോട്ടക്കാരുടെ ഉപമയാണ് അള്ളാഹു തആല പറയുന്നത്. എന്തായിരുന്നു അവർക്ക് അള്ളാഹു തആല ആ തോട്ടത്തിലൂടെ കൊടുത്ത പരീക്ഷണം? അതാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. فطاف عليها طائف من ربك وهم نائمون. فطاف വലയം ചെയ്തു. ത്വവാഫ് എന്ന് പറയാറില്ലേ, കഅബയെ ത്വവാഫ് വലയം ചെയ്യുന്നതിന്. അതുപോലെ ഫത്വാഫ വലയം ചെയ്തു, അലൈഹ അതിന്റെ മേൽ, ആ തോട്ടത്തിന്റെ മേൽ വലയം ചെയ്തു, അല്ലെങ്കിൽ ബാധിച്ചു. എന്ത്? ത്വായിഫുൻ, ഒരു ബാധ, ഒരു ശിക്ഷാവലയം, ഒരു ശിക്ഷ ആ തോട്ടത്തിന് ചുറ്റും ബാധിക്കുകയുണ്ടായി. അതിനെ പൂർണ്ണമായും വലയം ചെയ്തു. ഫത്വാഫ അലൈഹ ത്വായിഫുൻ, അതിന്റെ മേൽ ഒരു ശിക്ഷാവലയം ബാധിച്ചു. എവിടെ നിന്നുള്ള ശിക്ഷാവലയം? മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ശിക്ഷ. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ നിന്ന്. വഹും, ഏത് സ്ഥിതിയിൽ? അവർ നായിമൂൻ, നൗമ് ഉറക്കം, നായിമൂൻ അവർ ഉറങ്ങുന്നവരായിരുന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ശിക്ഷ ആ തോട്ടത്തിന്റെ മേൽ ബാധിച്ചു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഫഅസ്ബഹത കസ്വരീം, ഫഅസ്ബഹത അങ്ങനെ അത് പ്രഭാതത്തിലായി, കസ്വരീം മുറിച്ചെടുക്കപ്പെട്ടതുപോലെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. ഏത്? ആ തോട്ടത്തിലെ പഴവർഗ്ഗങ്ങളെല്ലാം. എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് അവർ തീരുമാനമുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കും. നാളെ രാവിലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതുപോലെ ഇവർ തീരുമാനിച്ചെന്ത്? തോട്ടത്തിൽ പോവുക, ആരും അറിയാതെ, സാധുക്കളൊന്നും അറിയാതെ മുഴുവൻ പഴങ്ങളും പറിച്ചു കൊണ്ടുവരിക. അതായിരുന്നു അവരുടെ തീരുമാനം. പക്ഷെ അവർ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു തആല അതിശക്തമായ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. എന്തായിരുന്നത്? റഹ്മാനായ റബ്ബിൽ നിന്ന് അതിശക്തമായ ഒരു വിപത്ത് ആ തോട്ടത്തിനെ ബാധിച്ചു. ആ വിപത്ത് പല രീതിയിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാം.
കൃത്യമായി എന്താണ് ആ തോട്ടത്തിനെ ബാധിച്ച വിപത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ചുഴലിക്കാറ്റാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്, അതല്ലെങ്കിൽ ഒരു ഇടുത്തി അതിലൂടെയാണ് ആ തോട്ടത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് അള്ളാഹുവിന് അറിയാം. ഏതായിരുന്നാലും ആ തോട്ടത്തെ അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞു, പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. കസ്വരീം എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നതാണ്. അല്ലെങ്കിൽ ഇരുട്ടിയ രാത്രി പോലെ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ തോട്ടത്തിലുള്ള മുഴുവൻ ഫലങ്ങളും മുഴുവൻ കാഴികനികളും പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. അത് കത്തിക്കരിഞ്ഞു കരിവർണ്ണമായി എന്നൊക്കെയാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നു, ഫതനാദൗ മുസ്ബിഹീൻ. ഫതനാദൗ, തനാജൗ, നാദ വിളിച്ചു, തനാദൗ അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു. അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു. മുസ്ബിഹീൻ രാവിലെ പ്രഭാതവേളയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, മക്കള് ആ പിതാവിന്റെ ആ തോട്ടത്തിന്റെ അവകാശികളാകുന്ന ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവനെയും ഒക്കെ അങ്ങനെ പരസ്പരം വിളിച്ചു പറയാം. എന്താ വിളിച്ചു പറഞ്ഞത്? പ്രഭാതവേളയിൽ അവർ പരസ്പരം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ കാലത്ത് വരുവീൻ, നിങ്ങൾ കാലത്ത് വരിക, അലാ ഹർസിക്കും നിങ്ങളുടെ കൃഷിസ്ഥലത്ത്, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ, സ്വാരിമീന മുറിച്ചെടുക്കുന്നവർ ആണെങ്കിൽ, നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, പാവങ്ങൾക്ക് കൊടുക്കാതെ, പാപ്പ കൊടുത്ത പോലെ കൊടുക്കാതെ, എല്ലാം നമുക്ക് വേണമല്ലോ. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം ചിന്ത നിങ്ങളുടെ മനസ്സുകളുണ്ടെങ്കിൽ രാവിലെ വരണം, നേരം വെളുക്കാൻ നിൽക്കരുത്. നിലം വെളുത്തിട്ടാണെങ്കിൽ നമ്മൾ ഫലം പറിക്കുന്നതെങ്കിൽ അത് മറ്റുള്ള ആളുകൾ കാണും. അതുകൊണ്ട് രാവിലെ എന്ത് ചെയ്യണം? ആ പഴങ്ങളൊക്കെ മുറിച്ചെടുക്കുവാൻ, നമ്മുടെ കൃഷി അത് മുറിച്ചെടുക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ രാവിലെ തന്നെ വരണം എന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ചട്ടം കെട്ടി എല്ലാവരോടും പരസ്പരം പറഞ്ഞു, എല്ലാവരും രാവിലെ വരണം. അങ്ങനെ അങ്ങനെ നേരം വെളുത്തു. പോയി, അവർ പോയി, അവർ പോയി, വഹും ഏത് സ്ഥിതിയിൽ? അവർ ഒളിച്ചു പതുക്കെ പറഞ്ഞുകൊണ്ട്, ആരോടും മിണ്ടാതെ, ആരും അറിയാതെ, കാലടി ശബ്ദങ്ങൾ പോലും മറ്റുള്ളവർ അറിയാതെ. അറിഞ്ഞാൽ എന്താ? പാവങ്ങൾ അറിയാതെ അങ്ങനെ പഴം പറിക്കുന്നുണ്ടാകൊണ്ട് ഈ പാവങ്ങൾ ചൊല്ലും. പാവങ്ങൾക്ക് വാപ്പ കൊടുത്ത പോലെ അവകാശം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവർ പതുക്കെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം ശബ്ദം പോലും കേൾക്കാത്ത വിധം അവർ പതുക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. നേരെ വെളുത്തപ്പോ എന്താണ് അവർ പതുക്കെ പറഞ്ഞത്? പതുക്കെ പറഞ്ഞവർ എന്താ? അല്ലാ യദ്ഖുലന്നഹ, നിശ്ചയമായും അതിൽ കടക്കരുത്. ദഖല പ്രവേശിച്ചു, ലാ യദ്ഖുല പ്രവേശിക്കരുത്, ആ തോട്ടത്തിൽ. അല്ലാ യദ്ഖുലന്നഹ തീർച്ചയായും ആ നമ്മുടെ തോട്ടത്തിൽ പ്രവേശിക്കരുത്. അല്യൗമ ഇന്നത്തെ ദിവസം, ഇന്നൊരൊറ്റൊന്നും നമ്മുടെ തോട്ടത്തിലേക്ക് വരരുത്. അലൈക്കും നിങ്ങളുടെ അടുക്കലെ മിസ്കീൻ ഒരു സാധുവും ഒരു പാവപ്പെട്ടവനും. ഇതേപോലെ നമ്മുടെ വാപ്പയുള്ള കാലത്ത് ഇങ്ങനെ ഈ ഫലം പറിച്ചെടുക്കുമ്പോ പല പാവങ്ങളും തോട്ടത്തിലേക്ക് വരാറുണ്ട്, പല മിസ്കീന്മാരും തോട്ടത്തിലേക്ക് വരാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പഴം പറിച്ചെടുക്കുന്ന സമയത്ത് അല്ല അലൈക്കും മിസ്കീൻ, തീർച്ചയായും ഈ തോട്ടത്തിൽ ഒരു പാവപ്പെട്ടവനും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന് അവർ പതുക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്, തോട്ടത്തിലേക്ക് അവർ പോകുന്നത്. അങ്ങനെ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ കാലത്ത് പോവുകയും ചെയ്തു, രാവിലെ ആരും അറിയാതെ. ആ മക്കൾ എന്ത് ചെയ്തു? അവരുടെ തോട്ടത്തിലേക്ക് രാവിലെ പോവുകയും ചെയ്തു. വളരെ ഉത്സാഹത്തോടെയാണ്, വളരെ ഉത്സാഹത്തോടെ, വളരെ ഊക്കത്തോടുകൂടെ. പാവങ്ങളാകുന്ന സാധുക്കൾക്ക് അതിൽ നിന്ന് ഒന്നും കൊടുക്കാതിരിക്കുവാൻ, അത് മുടക്കം ചെയ്യുവാൻ, അത് ചെയ്യാൻ കഴിയും എന്ന ആ ഒരു ഉത്സാഹത്തോടെ. ഇതുവരെ വാപ്പ കൊടുത്തു, ഞങ്ങൾ വാപ്പാന്റെ മരണശേഷം പാവങ്ങൾക്കൊന്നും ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല, കൊടുക്കേണ്ടല്ലോ എന്ന് കരുതി വളരെ ഉത്സാഹത്തോടെ പാവങ്ങളുടെ അവരുടെ ആ ഒരു ദാനധർമ്മം ചെയ്യുന്നതിൽ നിന്ന് അതിനെ മുടക്കുവാനുള്ള ഉത്സാഹത്തോടെ ഊക്കത്തോടുകൂടെ അവരതാ രാവിലെ തന്നെ അവരുടെ തോട്ടത്തിലേക്ക് പോയി. ഖാദിരീന കഴിവുള്ളവരായി കൊണ്ട് എന്ന് പറഞ്ഞാൽ സാധുക്കളെ
അതിന്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കുന്നതിനെ മുടക്കം ചെയ്യുന്നവരായി, അതിന് കഴിയുന്നവരായും കൊണ്ടും അവർ കാലത്ത് തന്നെ പോവുകയാണ്. ഒന്നും കൊടുക്കണ്ടല്ലോ എന്നുള്ള വളരെ സന്തോഷത്തോടു കൂടെ അവർ രാവിലെ തോട്ടത്തിലേക്ക് പോയി. فلما رأوها قالوا إنا لضالون فلما رأوها അങ്ങനെ നല്ല വിളവെടുപ്പുള്ള, നല്ല കായ്കനികളുള്ള, ഒരുപാട് വരുമാനങ്ങളുള്ള ആ അവരുടെ പിതാവിന്റെ ജീവിതോപാധിയായി, ആ കുടുംബത്തിന്റെ ജീവിതോപാധിയായ ആ തോട്ടത്തിലേക്ക് അവർ എത്തിയിട്ട് കണ്ടു, അവർ കണ്ടു, അവർ കണ്ടപ്പോൾ ആ തോട്ടത്തിനെ, അപ്പോൾ അവർ ആ തോട്ടത്തിനെ കണ്ടപ്പോൾ, തോട്ടത്തിലെത്തി ആ തോട്ടം അവർ കണ്ടു. കാലു അവര് പറഞ്ഞു, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, ഇന്നാ ലളാല്ലൂൻ, ഇന്ന തീർച്ചയായും നാം, ലളാല്ലൂൻ നാം വഴിതെറ്റിപ്പോയവരാണ്, നാം വഴിപിഴച്ചു പോയവരാണ്. ആ തോട്ടം എല്ലാം നശിപ്പിച്ചതായി, ഒന്നുമില്ല. അത് രാത്രി അവർ പോകുന്നത് വരെ വളരെ സമൃദ്ധമായി ഉണ്ടായിരുന്ന അവരുടെ തോട്ടം, ആ പഴങ്ങളെല്ലാം നശിച്ചു പോയി, ഒന്നുമില്ലാതെയായി കണ്ടപ്പോ തീർച്ചയായും നാം വഴിപിഴച്ചവരായിരിക്കുന്നു എന്നവര് പറഞ്ഞു. ബൽ നഹ്നു മഹ്റൂമൂൻ, ബൽ അത്രയുമല്ല, അത് മാത്രമല്ല, നഹ്നു നാം, മഹ്റൂം നാം എല്ലാം നഷ്ടപ്പെട്ടവരാണ്, നാം വിലക്കപ്പെട്ടവരാണ്, നാം നിർഭാഗ്യവാന്മാരാണ്. ഈ നിർഭാഗ്യം നമുക്ക് ഉണ്ടായി. എന്തുകൊണ്ട്? നമുക്ക് വേണമെങ്കിൽ ഇന്നലെ പറിച്ചെടുക്കാമായിരുന്നു, നമ്മൾ പറിച്ചില്ല. മാത്രമല്ല, കുറച്ചെങ്കിലും വാപ്പ കൊടുത്ത പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാമായിരുന്നു. അതൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു? ഇന്നാ ലളാല്ലൂൻ, നാം വഴിവിടച്ചവരായിരിക്കുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ, നാം എല്ലാം നഷ്ടപ്പെട്ടവരായി പോയിരിക്കുന്നു എന്ന് അവരതാ പരസ്പരം പറയുകയാണ്. മനസ്സിലായില്ലേ? ഒരു വിശദീകരണത്തിന് ആവശ്യമില്ല. എല്ലാ പ്രാവശ്യവും സാധുക്കൾക്ക് വാപ്പ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം വാപ്പല്ലാത്തതുകൊണ്ട്, വാപ്പ മരിച്ചുവല്ലോ, ഇനി നമ്മളെ തടയാൻ ആരും ഉണ്ടാവില്ല, പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് സാധുക്കൾക്ക് തോട്ടത്തിൽ നിന്ന് ധർമ്മം വാങ്ങാനുള്ള അവസരം ഇല്ലാതാക്കുവാൻ നമുക്ക് കഴിയും. ഒരൊറ്റ കുട്ടിനെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കരുത്. ആ ഒരു ആവേശത്തോടു കൂടി അതിന് കഴിയും, ഖാദിരീൻ അതിന് കഴിയും എന്ന് വിചാരിച്ചു കൊണ്ടാണ് വളരെ പ്രതീക്ഷയോടെ, ആഹ്ലാദത്തോടുകൂടെ തോട്ടത്തിലേക്ക് അവർ പോയത്. പക്ഷേ തോട്ടത്തിലെത്തിയപ്പോ ആ തോട്ടം മുഴുവനും നശിച്ചു പോയിരിക്കുകയാണ്. ആ സമയത്ത് അവർ പറയുന്നത്, നമുക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ തോട്ടം മാറിപ്പോയോ. തോട്ടങ്ങൾ കണ്ട സമയത്ത് അങ്ങനെയാണല്ലോ, തലേന്ന് രാത്രി വരെ വിളങ്ങി നിൽക്കുന്ന, പഴുത്ത് പാകമായി നിൽക്കുന്ന ആ തോട്ടം രാവിലെയാണ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് അവർ പറഞ്ഞു പോയി, നമുക്ക് തോട്ടം വല്ല മാറി പോയോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. അവസാനം അതങ്ങ് അവരുടെ തോട്ടം തന്നെയാണ് എന്ന് അവർക്ക് അങ്ങ് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത്, എന്ത്? മഹ്റൂമൂൻ, നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഭാഗ്യം കെട്ടുപോയി, നമ്മുടെ ചിന്ത, നമ്മുടെ ഈ വിചാരം നമ്മുടെ അപകടത്തിലാക്കിയല്ലോ തുടങ്ങിയ വിലാപങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖാല ഔസതുഹും അലം അഖുൽ ലകും ലൗലാ തുസബ്ബിഹൂൻ, ഖാല പറഞ്ഞു, ഔസത്ത് മധ്യമൻ, ഔസത്ത് മധ്യമൻ, ഹും അവരിൽ മധ്യമമായ ഒരു നിലപാട് സ്വീകരിച്ചവൻ, മിതമായവൻ, ഒരു മാന്യനായ, അവരുടെ കൂട്ടത്തിലുള്ള മാന്യനായ ഒരു മര്യാദയുള്ള ആള്, അദ്ദേഹം പറഞ്ഞു, ഖാല ഔസതുഹും അവരിൽ കൂടുതൽ ഉത്തമനായ മധ്യമനായ ആള് പറഞ്ഞു, അലം അഖുൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ലക്കും നിങ്ങളോട്, അലം അഖുൽ ലക്കും ഞാൻ പറഞ്ഞില്ലയോ നിങ്ങളോട്, ലൗലാ തുസബ്ബിഹൂൻ നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തത് എന്ത് എന്ന്, നിങ്ങൾക്ക് തസ്ബീഹ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തസ്ബീഹ് സ്തുതികീർത്തനം നടത്തുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടില്ലേ എന്ന് അവരുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരാള് അവരെ ഉപദേശിക്കുകയാണ് ഈ തോട്ടമൊക്കെ കണ്ടപ്പോ. ആ സമയത്ത് ബാക്കിയുള്ള ആളുകൾ കൊടുത്ത മറുപടി, ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ, അവരിൽ ഉത്തമനായ ആള് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തത് എന്താണ് എന്ന്, നിങ്ങൾക്ക് തസ്ബീഹ് ചെയ്തുകൂടെ എന്ന്. അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ നിങ്ങൾക്ക് കഴിയണം, സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ആ സമയത്ത് അവര് അവര് പറഞ്ഞു, സുബ്ഹാൻ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു,
ഞങ്ങൾ പരിശുദ്ധമാക്കുന്നു റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവിനെ, റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിനെ ഞങ്ങൾ പരിശുദ്ധമാക്കുന്നു എന്നവർ പറഞ്ഞു. ഇന്ന തീർച്ചയായും ഞങ്ങൾ കുന്ന ഞങ്ങളായിരിക്കുന്നു, ഇന്ന കുന്ന തീർച്ചയായും ഞങ്ങളായിരിക്കുന്നു ളാലിമീൻ ദുൽമ് അക്രമം, അക്രമി, ളാലിമീൻ അക്രമകാരികൾ. ഇന്ന കുന്ന ളാലിമീൻ തീർച്ചയായും ഞങ്ങൾ അക്രമികളായി തീർന്നിരിക്കുന്നു എന്ന് അവർ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. ആ ഉത്തമനായ അവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല ഒരാൾ അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നിങ്ങൾ തസ്ബീഹ ചെയ്യണമെന്നത്, നിങ്ങൾക്ക് തസ്ബീഹ ചെയ്തുകൂടെ എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതല്ലേ? അതിനവര് മറുപടി പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ ഇതാ വാഴ്ത്തുന്നു, തീർച്ചയായും ഞങ്ങൾ അക്രമകാരികളിൽ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശം അദ്ദേഹം ഉപദേശിച്ചപ്പോ അള്ളാഹുവിനെ ഓർക്കണം എന്ന് നാം ഈ ഒരു നിലപാട്, ഉപ്പയുടെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പാവങ്ങളുടെ ഹൈർ മുടക്കുന്നവരായി മാറിയാൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും എന്നത് കൃത്യമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നുവല്ലോ. എന്റെ ഉപദേശം സ്വീകരിക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു ഭയാനകരമായ ഭവിഷ്യത്താണിത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയപ്പോ അള്ളാഹു അവരെന്ത് ചെയ്തു? തീർച്ചയായും ഞങ്ങൾ ചെയ്തു പോയത് തെറ്റ് തന്നെയാണ് എന്ന് അവർ സമ്മതിക്കുകയാണ്. ഇന്നാ കുന്നാ ളാലിമീൻ തീർച്ചയായും നാം അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അവര് മറുപടി കൊടുത്തു. തുടർന്ന് തെറ്റാണെന്ന് അവർക്ക് കൃത്യമായി ബോധ്യം വന്നു. തുടർന്ന് അങ്ങനെ തിരിഞ്ഞു. ഈ തോട്ടം നശിച്ചുപോയ തോട്ടം, ആ തോട്ടം കണ്ടപ്പോ നമ്മൾ ചെയ്ത് ശരിയല്ല, നമ്മളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിലാപമുണ്ടായി. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനായ ആള് നമ്മള് ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അതിനിവര് ഞങ്ങൾ അക്രമകാരികളാണ് എന്ന് പറഞ്ഞു. അതിനിടക്ക് എന്ത് സംഭവിച്ചു? ഫഅഖബല അങ്ങനെ അവര് പരസ്പരം തിരിയുകയാണ്. ബഅളുഹും അവരിൽ നിന്ന് ചിലർ അലാ ബഅളിൻ ചിലരുടെ നേരെ തിരിയുകയാണ്. യതലാബമൂൻ അന്യോന്യം കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചുകൊണ്ട്. ഒരാൾ മറ്റാളെ കുറ്റം പറയുന്നു, നീയാണ് അതിന് കാരണം, എജ്ജാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തി അവരിൽ ചിലരുടെ നേരെ തിരിഞ്ഞു. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ. ഖാലൂ അവര് പറഞ്ഞു, യാ വൈലനാ നമ്മുടെ നാശമേ, യാ വൈലനാ നമ്മുടെ നാശമേ, ഇന്നാ കുന്നാ തീർച്ചയായും നാം ആയിരിക്കുന്നു, ത്വാഗീൻ അതിര് കവിഞ്ഞ ധിക്കാരികളായി നാം മാറിയിരിക്കുകയാണ്. നമ്മുടെ കഷ്ടമേ, നമ്മുടെ നാശമേ, തീർച്ചയായും നാം അതിര് കവിഞ്ഞവരായിരിക്കുന്നു. عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون. ആയേക്കാം നമ്മൾ അതിര് കവിഞ്ഞു. എന്താണ് അതിര് കവിയല്? ബാപ്പ കൊടുത്തതുപോലെ നമുക്കും കുറച്ച് പാപങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി, അതിന് കഴിവുള്ളവരാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി. അത് വല്ലാത്ത ഒരു അതിര് കവിയലായിരിക്കുന്നു. അതുകൊണ്ട് അസാ റബ്ബുന നമ്മുടെ നാഥനായേക്കാം, നമ്മുടെ റബ്ബ് ആയേക്കാം, അൻ യുബ്ദിലന നമുക്ക് പകരം തരുന്നവനായേക്കാം, ഖൈറൻ ഉത്തമമായത്, മിൻഹ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നശിച്ചുപോയ ഈ തോട്ടത്തിനേക്കാൾ ഉത്തമമായത്, ഖൈറായത് നമുക്ക് നൽകാൻ അള്ളാഹുവിന് കഴിയുമല്ലോ, അവൻ തന്നേക്കാം. ഇന്നാ തീർച്ചയായും നാം ഇലാ റബ്ബിന അതിനെന്ത് വേണം? ഈ നഷ്ടപ്പെട്ടു പോയത് പോയി, അത് നമ്മുടെ തെറ്റാണ്, നമ്മുടെ ചിന്തയാണ്, നമ്മുടെ പ്രവർത്തനമാണ്. ആരും കാണാതെ എല്ലാം നമ്മുടെ പേരിലാക്കണം, എല്ലാം നമുക്ക് ഇങ്ങോട്ട് വാങ്ങണം എന്ന നമ്മുടെ തെറ്റായ ചിന്തയാണ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് ഈ തെറ്റിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു ഇതിനേക്കാളും നല്ലത് നമുക്ക് തന്നേക്കാം. പക്ഷെ എന്തു വേണം? ഇന്നാ ഇലാ തീർച്ചയായും നമ്മൾ ഇലാ റബ്ബിന നമ്മുടെ രക്ഷിതാവിലേക്ക് റാഗിബൂൻ നമ്മുടെ ആഗ്രഹം സമർപ്പിക്കുന്നവർ ആകണം. നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് നമ്മുടെ ആഗ്രഹം അപേക്ഷ സമർപ്പിക്കുന്നവനാകുന്നു. അവര് പക്ഷാതപിച്ചു, അവര് തെറ്റുകൃത്യമായി ബോധ്യപ്പെട്ടു. നമ്മൾ പക്ഷാതപിച്ച് മടങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതിനേക്കാളും നല്ലത് തരാൻ നമ്മുടെ നാഥന് നമുക്ക് കഴിയും എന്നൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവർക്ക് അതിൽ കുറ്റബോധമുണ്ടായി എന്നാണ് അള്ളാഹു തആല പറയുന്നത്. പിന്നെ എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം നോക്ക്, 33-ാമത്തെ ആയത്തിൽ, കദാലികൽ അദാബ്, കദാലിക അപ്രകാരമാണ് അൽ അദാബു ശിക്ഷ. ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ. വേണ്ടാത്ത ചിന്തകൾ വേണ്ട, വേണ്ടാത്ത ധാരണകൾ വേണ്ട. ഇങ്ങനെയും ശിക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷേ വല അദാബുൽ ആഖിറ പരലോക ശിക്ഷ അക്ബർ ഏറ്റവും വലിയതാണ്. ഇത് വളരെ നിസാരമായ ശിക്ഷയാണ്, വളരെ ചെറിയത്. പക്ഷേ വല അദാബുൽ ആഖിറ പരലോക ശിക്ഷ അക്ബർ ഏറ്റവും വലിയതാണ്.
ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇതിനേക്കാളും വലിയ ശിക്ഷയാണ് പരലോകത്തുണ്ടാവുക. അത് വലിയ വമ്പിച്ചതാണ്. അത് താങ്ങാൻ കഴിയില്ല, അത് സഹിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ധാരാളം സന്ദേശങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട മഹനീയമായ ധാരാളം സന്ദേശങ്ങളും പാഠങ്ങളുമാണ് ഈ ഒരു കഥയിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. തോട്ടക്കാരായ ആ മക്കൾക്ക് പെട്ടെന്ന് ഒരു അഹങ്കാരമുണ്ടായി. മറ്റുള്ളവർക്ക് കുറച്ച് കൊടുക്കുന്നത് അത് തടയാനുള്ള ഒരു തന്ത്രം അവർ പ്രയോഗിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ശിക്ഷയാക്കി മാറ്റി. അതേപോലെ തന്നെ ഭൗതികമായ ഈ ജീവിതത്തിൽ അള്ളാഹുവിനെ പറ്റിക്കാനും ഏതെങ്കിലും നന്മകൾ മുടക്കാനും ഞാനും നിങ്ങളും ശ്രമം നടത്തിയാൽ, അതിനേതെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചാൽ, തീർച്ചയായും അള്ളാഹു നമുക്കറിയാത്ത രീതിയിലുള്ള തന്ത്രം പ്രയോഗിക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന മഹത്തായ പാഠം ഇതിൽ നിന്ന് കിട്ടുകയാണ്. ധിക്കാരികളായി ജീവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നന്മകൾ മുടക്കാനുള്ള ഒരു പണി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ഇവർക്ക് ലഭിച്ചതുപോലെയുള്ള ശിക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ തോട്ടത്തിലേക്ക്, നമ്മുടെ കടയിലേക്ക്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് ഒരു പ്രയാസം ഉണ്ടാകില്ല എന്ന് കൃത്യമായ ബോധ്യപ്പെടുത്തലാണ്. എന്നിട്ട് അല്ലാഹു തആല അവസാന 33-ാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താ? എന്നാൽ ഈ ശിക്ഷയൊക്കെ വളരെ നിസ്സാരമാണ്, ഇതിനേക്കാളൊക്കെ വലിയ ഭയാനകരമായ ശിക്ഷയാണ് പരലോകത്തുള്ളത്. ഇവിടെ ധിക്കാര പ്രവർത്തനം നടത്തിയാൽ, വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും പുഴുക്കുത്ത് സംഭവിച്ചാൽ പരലോക ശിക്ഷ ഒരിക്കലും താങ്ങാൻ കഴിയാത്തതായിരിക്കും. എന്തേ മനുഷ്യരെ നിങ്ങൾ അത് മനസ്സിലാക്കാത്തത്? നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ നന്ന് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ ദുഷ്ചെയ്തികൾ ചെയ്യുന്ന, ദുഷ്പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം അതാണ്. ഒരിക്കലും നമ്മൾ ഒരു നന്മയും മുടക്കാനുള്ള ശ്രമം നടക്കരുത്. വാക്കുകൊണ്ടാകട്ടെ, പ്രവർത്തനം കൊണ്ടാകട്ടെ, ആലോചനകൾ കൊണ്ടാകട്ടെ, ഒരാളെയും ഉപദ്രവിക്കുന്ന ഒരു ചർച്ചയിലും ഞാൻ നിങ്ങളും പങ്കെടുക്കരുത്, അതിനുവേണ്ടി ശ്രമിക്കരുത് എന്ന പാഠമാണ്. അതേ പ്രകാരം എത്ര ഉള്ളവനാണെങ്കിലും, ഇപ്പൊ നമ്മൾ ദുനിയാവിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ വാഹനത്തിന്റെ പേര് പറഞ്ഞ്, നമ്മുടെ ജോലിയുടെ പേര് പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാൻ കഴിയും. പക്ഷെ എല്ലാം തന്നവൻ അള്ളയാണ്. ഒരു നിമിഷ നേരം കൊണ്ട് എത്ര ഉള്ളവനെയും എത്ര വലിയവനെയും അവൻ്റെതെല്ലാം ഇല്ലാതെയാക്കാൻ അള്ളാഹ്ക്ക് ഒരു നിമിഷം മതി എന്ന മഹനീയമായ ഓർമ്മപ്പെടുത്തൽ ഈ ചരിത്രം, ഈ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ പ്രകാരം ഞാൻ എല്ലാത്തിനും മതിയായവനാണ്, ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയവനാണ്, എന്നെ ചോദ്യം ചെയ്യാൻ അവനാരാ? ഈ ഒരു ഞാൻ എന്ന ഒരു ധാരണ, ഞാൻ എല്ലാം തികഞ്ഞവൻ, ഞാൻ എല്ലാത്തിനും കഴിവുള്ളവൻ, ഞങ്ങളെല്ലാത്തിനും കഴിവുള്ളവൻ എന്ന ധാരണ വേണ്ട എന്ന, അതൊരിക്കലും മനുഷ്യന് ഭൂഷണമല്ല എന്ന മഹത്തായ ഒരു സന്ദേശം ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതോടുകൂടെ അള്ളാഹു ഈ കഥയിലൂടെ പഠിപ്പിക്കുന്നത്, അവരുടെ ചർച്ചകളിലൂടെ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പരീക്ഷണം വരുമ്പോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയും അവനെ പഴിചാരുകയും അല്ല വേണ്ടത്. മറിച്ച് അള്ളാഹുവിനെ പരിഹസിക്കാതെ കൂടുതൽ നാദനിലേക്ക് തസ്ബീഹുകളും തക്ബീറുകളും തൗബയുമായി റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത് എന്നും, അതുപോലെ അള്ളാഹു ചെയ്തു തന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കണമെന്നും, നന്ദി കാണിക്കുന്നവരായാൽ തീർച്ചയായും റബ്ബിന്റെ വർധനവുണ്ടാകും എന്ന മഹത്തായ ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തുകൾ, ഈ ചരിത്രത്തിലൂടെ, ഈ കഥയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം കഥകളൊന്നും പറഞ്ഞു തരുന്നത് വെറുതെ അല്ല, മറിച്ച് ആ കഥകളിലുള്ള ഓരോ സന്ദേശങ്ങളിലും ഓരോ ആയത്തുകളിലും പരസ്പരമുള്ള ചർച്ചകളിലുമെല്ലാം എനിക്കും നിങ്ങൾക്കും ധാരാളം പാഠങ്ങൾ ഉണ്ടാകും. ആ പാഠങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലവരിൽ നല്ലവരായി ജീവിക്കുവാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിന്റെ വാക്താക്കളായി ജീവിത അവസാനം വരെ ജീവിക്കുവാൻ, അതിന്റെ വാക്താക്കളായി ലോകത്ത് നിന്ന് മരണപ്പെടുവാൻ, അതിന്റെ അഹലുകാരായി നാളെ പരലോകത്തെത്തുവാൻ, അതിന്റെ വിശുദ്ധ ഖുർആനിന്റെ അതിന്റെ ശഫാഅത്ത് ലഭ്യമാകുന്ന യഥാർത്ഥ ഖുർആനിന്റെ വാക്താക്കളിൽ അല്ലാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.